കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. രാവിലെ ദോശയും ഉള്ളിക്കറിയുമായിരുന്നു. ഞാൻ ഈ ഉള്ളിക്കറിയൊക്കെ ഉണ്ടാക്കിയത് വെളുപ്പിലെ 4 മണിക്കാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഹസ്ബൻഡിന് രാവിലെ ഞാൻ കാപ്പി അമ്പലത്തിലേക്ക് കൊടുത്തയക്കാറുണ്ട് കേട്ടോ. അന്നേരം രാവിലെ തന്നെ ഉണ്ടാക്കും, രാവിലെ കൊടുത്തയക്കണ്ടേ, അതുകൊണ്ട് അങ്ങനെ രണ്ടുപേരും കാപ്പി കൂടിയെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഉച്ചലത്തേക്കുള്ള പരിപാടിയിലേക്ക് കടക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞ മോളെ ഇന്ന് കുറച്ച് പച്ചക്കായ ഇരിപ്പുണ്ട്, നമുക്ക് അതെടുത്തിട്ട് ചക്കയൊക്കെ കുഴക്കില്ലേ, അതുപോലെ പച്ചക്ക തോരനല്ല, ചക്കയൊക്കെ നമ്മൾ ഉടച്ചെടുക്കുന്ന രീതിയിൽ അങ്ങനെ ആക്കിയെടുക്കാം എന്ന് പറഞ്ഞ് അമ്മ അരിയുന്നുണ്ട്. ഇനി നല്ല രീതിയിൽ ഞങ്ങൾ വെള്ളം കുടിക്കും. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വീട്ടിൽ വെള്ളം കുടിക്കാറുള്ളത്. അങ്ങനെ വലിയൊരു ചരുവത്തിൽ വെള്ളം അനത്താറുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഞാനേ ഒരു ഡയറ്റ് എടുക്കുന്നതിൻ്റെ ഡയറ്റ് എടുത്ത് നമുക്ക് വണ്ണം കുറയ്ക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പിങ്കി വി ആർ ലോഗ് എന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഉടൻ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കയറി കണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇനി ഫ്ലാസ്കിലും കൂടെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചു. അപ്പം ഞാൻ ഈ ജോലിയൊക്കെ ചെയ്ത നേരം കൊണ്ട് അമ്മ പോയി തുണി കഴുകുവാണ് കേട്ടോ. ഇന്ന് കുറച്ച് തുണിയുള്ളായിരുന്നു കഴുകാൻ, അങ്ങനെ അമ്മ തുണി കഴുകുവാണ്. അപ്പോൾ ഇനി ഞാൻ അടുക്കളയിൽ നിന്നൊക്കെ ഇറങ്ങി അതിനുശേഷം നമ്മുടെ ഒരു ചെടിക്കൊക്കെ കുറച്ച് വെള്ളം കൊടുക്കണ്ടേ, അവർക്കൊക്കെ ദാഹം കാണില്ലേ. വലുതായിട്ട് ചെടിയെന്ന് പറയാനങ്ങ് ഒന്നുമില്ല. ഒരു പ്ലാവുണ്ട്, മാവുണ്ട്, പിന്നെ നമ്മൾ ശവന്നാറിപ്പൂ എന്നൊക്കെ പറയും, അതിനൊക്കെ കുറേ വെള്ളമൊക്കെ ഒഴിച്ചു. തിരിച്ച് ഞാൻ വീണ്ടും അകത്തേക്ക് തന്നെ കയറി. അപ്പം നമുക്ക് അടുക്കളയിലെ പണിയും പ്രധാനപ്പെട്ട് നടക്കേണ്ട കാര്യമാണല്ലോ. അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കായൊക്കെ വെള്ളത്തിൽ നിന്ന് കഴുകി വാരിയെടുത്തു. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് ഒരു ബിസിൽ കേട്ടാൽ മതി കേട്ടോ. ആ നേരത്തിന് ഇനി അതിന് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി തേങ്ങ തിരുങ്ങുകയാണേ. അപ്പോൾ തേങ്ങ തിരുങ്ങിയപ്പോൾ അതിനകത്ത് ഒരു പീസ് ഒടിഞ്ഞു വീണു. അപ്പോൾ പണ്ടൊക്കെ ഞാനിങ്ങനെ തിങ്ങിയും ആ ഓർമ്മയിൽ എൻ്റെ കടിച്ചതാണ്. പക്ഷേ മക്കളെ ഒരു രക്ഷയും ചവയ്ക്കാൻ പറ്റില്ല, പല്ലി കമ്പി കിടക്കുന്നില്ലേ. അങ്ങനെ തേങ്ങ തിരിങ്ങിയ നേരത്തിന് ഒരു ബിസിൽ കേട്ടു. ഈ നേരം കൊണ്ട് നമ്മൾ അമ്മക്കുട്ടി ഇന്ന് എനിക്കൊരു സർപ്രൈസ് ആയിട്ട് തുണിയൊക്കെ തന്നെ വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിച്ചു ഒരുവിധം ജോലിയൊക്കെ ഒന്ന് ഒതുങ്ങി. അന്നേരം പിന്നെ എനിക്കിന്ന് വൈകുന്നേരം കുളിച്ചിട്ട് വീട്ടിൽ ഇടാനായിട്ടൊരു ഉടുപ്പുണ്ട്. അപ്പോൾ അവനെ ഒന്ന് കൊണ്ടിപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്ത് എൻ്റെ വണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഉടുപ്പെല്ലാം വലുതായിക്കൊണ്ടിരിക്കുക, ഉടുപ്പ് ഇടാൻ പറ്റുന്നില്ല. അങ്ങനെ ഷേപ്പ് അടിച്ചാലേ ഇപ്പോൾ ഇടാൻ പറ്റുന്നുള്ളൂ ഒട്ടുമിക്ക ഉടുപ്പുകളും. അങ്ങനെ ഞാൻ ഷേപ്പ് അടിക്കാൻ വേണ്ടി എൻ്റെ ഒരു ഫ്രോക്ക് നൈറ്റി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഇടയായിട്ട് കൂടുതലും ഫ്രോക്ക് നൈറ്റിയാണ് യൂസ് ചെയ്യുന്നത്. അതിനുമുമ്പ് ഞാൻ ഒരു ടീഷർട്ടോ ഒരു പാൻറ്റൊക്കെ ആയിരുന്നു വീട്ടിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ഉടുപ്പൊക്കെ ഷേപ്പ് അടിച്ചെടുത്തു. ഇന്ന് ഉച്ചയിലേക്ക് കഴിക്കാനുള്ള ആഹാരം എല്ലാം ഡൈനിങ് ടേബിളിൽ നിരന്ന് കഴിഞ്ഞിരിക്കുന്നു. നല്ല നാരങ്ങ അച്ചാറുണ്ട്, പിന്നെ പാവയ്ക്ക കൊണ്ടാട്ടമാണ് നിങ്ങൾ കണ്ടത്. ഇനി നമ്മളെ പച്ചയ്ക്ക നല്ല രീതിയിൽ ചക്കയൊക്കെ ഉടയ്ക്കുന്നുണ്ടൊക്കെ ഉടച്ച് വെച്ചു. പിന്നെ നല്ല ഒന്നാം തരം എൻ്റെ സ്പെഷ്യൽ അടിപൊളി രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ. ഇനി അച്ചായി വരണം, എന്നിട്ട് ചോറ് കഴിക്കണം. ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.